ഹായ്, ഇന്ന് നമുക്കൊരു എംബ്രോയ്ഡറി ഹൂപ്പ് ആർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എംബ്രോയ്ഡറീൻ്റെ ത്രെഡ്, ഒരു നീഡിൽ, ഒരു ക്ലോത്ത്, ഒരു ഫ്രെയിം, എത്രയാണോ നമുക്ക് വേണ്ടത്. ഇതുപോലെ കുറച്ച് റൗണ്ട് വരച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ നമ്മുടെ സ്പൈഡർ വെബിൻ്റെ റോസാണ് ചെയ്യുന്നത്. ആദ്യം ഇതുപോലെ ഒരു 5 കാല് ഇതുപോലെ വരച്ച് തുന്നി വെക്കുക. ഈ 5 സ്റ്റാൻഡ്സ് തുന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂചിനെ നടുവിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്നിടവിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഫുള്ള്. ഇത് മാത്രമേ നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ. അതായത് ഒരു സ്റ്റാൻഡ് വിടുക, ഒരു സ്റ്റാൻഡിനെ കവർ ചെയ്യുക, അങ്ങനെ റൗണ്ടായിട്ട് ഫുള്ള് ചുറ്റിയെടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു റോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ബാക്കി ഒരു 3 എണ്ണം കൂടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് കുറച്ച് സ്റ്റെം വരയ്ക്കുകയാണ്. പിന്നെ ഇതിൽ കുറച്ച് ലീഫും, അത്രയാണ് ചെയ്യുന്നത്. ലേസി ഡേസീൻ്റെ ലീഫാണ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു ലീഫാക്കിയിട്ട് മാറ്റാൻ പറ്റുന്നത് ലേസി ഡേസീൻ്റെ ഉള്ളൂ. അതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ലീഫ് കൊടുക്കുക. നമുക്ക് എവിടെയാണോ തോന്നുന്നത് അങ്ങനെ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കുഞ്ഞു റൗണ്ട്സിനുള്ളിൽ ബുള്ളിയൻ റോസസ് ആണ്. ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് സൂചിയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു 8 or 10 റൗണ്ട് ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടും. കുത്തിയെടുക്കുക. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക് വേണോ ആ ഡയറക്ഷനിലേക്കാണ് നമ്മളിത് കുത്തിയെടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു 5 മുതൽ 10 വരെ നമുക്കിത് ചുറ്റിയെടുക്കാം. അല്ലെങ്കിൽ 8, 10 അതാകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും അതിന്. അത് വലിച്ചെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റായിട്ടൊന്ന് നമ്മുടെ ഈ തമ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ അത് കിട്ടും. ബുള്ളിയൻ സ്റ്റിച്ച് വെച്ച റോസാണ് കേട്ടോ ഞാനിവിടെ ഈ റൗണ്ടിനകത്ത് ചെയ്യുന്നത്. റൗണ്ട് വരച്ചിട്ട് റോസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ റോസും ഈക്വൽ സൈസായിട്ട് തന്നെ കിട്ടും.
അതുകൊണ്ടാണ് ഞാനിവിടെ റൗണ്ട് വരച്ചിട്ട് റോസ് ചെയ്യുന്നത്. നമ്മൾ ഏത് സൈഡിലാണോ കുത്തുന്നത് ആ സൈഡിലേക്കായിരിക്കും കേട്ടോ ഇതിൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ നമ്മൾ ആ ഡയറക്ഷൻ ചെയ്യുന്നത് ആദ്യം കുത്തിയെടുക്കുമ്പോഴാണ്. സോ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റോസ് നമ്മൾ ബുള്ളൻ റോസ് തുന്നിയതിന് ശേഷം വീണ്ടും അവിടെ ബാക്കിയുള്ള ലീഫ് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ സ്പേസും നമ്മൾ ലീഫും സ്റ്റെമ്മും വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി കുറച്ച് ലീഫ് കൂടെ എക്സ്ട്രാ കൊടുക്കാം. അപ്പോൾ നമ്മുടെ എംബ്രോയിഡറി കഴിഞ്ഞു, എംബ്രോയിഡറി പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഹൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് റണ്ണിങ് സ്റ്റിച്ച്, അതായത് നമ്മുടെ ഫ്രെയിമിൻ്റെ ആ ഒരു വിഡ്ത്തിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം. ഫുൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. അതും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും. തുണീനെ ഇതുപോലെ റൗണ്ടായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് സ്പേസ് വേണം കേട്ടോ, ഒരു 1/2 ഇഞ്ചെങ്കിലും സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ക്ലോത്ത് ഉണ്ടായിരിക്കണം.
ആവശ്യമില്ലാത്ത ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ റണ്ണിങ് സ്റ്റിച്ചിനെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. തുന്നിയിട്ടോ എന്തെങ്കിലും ചെയ്ത് അവിടെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. ഇതല്ലാതെ നമുക്കിത് ഗമ്മ വെച്ച് ഒട്ടിക്കാം കേട്ടോ. പക്ഷെ അതിനേക്കാളും വൃത്തി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിലാണ്. നമ്മുടെ നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.